മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അടിമുടി തകരുകയാണ്. അടിമുടി എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ അടിമുടി തകരുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ BJP ആവുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് മഹാരാഷ്ട്ര ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും മുതിർന്ന നേതാവായ അശോക് ചവാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും BJPയിൽ ചേരാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുതിർന്ന 3 നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയിലേക്ക് ചേരാൻ തയ്യാറായി നിന്ന് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുന്നത്. ബാബ സാദിക്കി, മിലിന്ദ് ദേവറ, അമർനാഥ് രാജൂർക്കർ എന്നിവർ. മിലിന്ദ് ദേവറയൊക്കെ കോൺഗ്രസിന്റെ സജീവ നേതാവായി സജീവ പ്രവർത്തകരായി നിന്ന ആളുകളാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെയാണ് എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അങ്ങനെ തന്നെ BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ ചുമതലക്കാരൻ മലയാളിയാണ്, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അടിയന്തരമായി മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്ത. ഇന്ത്യ ടുഡേ തന്നെയാണ് ആ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ നിലനിർത്താൻ അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ BJPയിലേക്ക് പോകുന്നത് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് കഴിയില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്ര കോൺഗ്രസിൽ ഒരു ഇടപെടൽ നടത്താനും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന്, മുംബൈയിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്ര കോൺഗ്രസ് അങ്ങനെ തന്നെ ഇല്ലാതാകാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് സംബന്ധിച്ച് ഇന്ത്യ ടുഡേ നൽകിയ വാർത്തയിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ BJPയിലേക്ക് ചേക്കേറുമെന്ന് ഏകദേശം ഉറപ്പായി. അശോക് ചവാൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ പാർട്ടിയിലെ 15ഓളം MLA-മാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. പാർട്ടി വിടുന്നവർ BJPയിൽ പ്രവേശനം നേടുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിലെ പാർട്ടിയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുംബൈയിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. യുവ നേതാവ് വിശ്വജിത് കദം, അസ്ലം ഷെയ്ഖ്, അമീൽ പട്ടേൽ, സഞ്ജയ് നിരുപം തുടങ്ങി 15 കോൺഗ്രസ് MLA-മാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉടൻ ചിത്രം തെളിയുമെന്ന് BJP നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് സൂചിപ്പിച്ചു. പ്രതിപക്ഷത്തെ 15ഓളം MLA-മാർ അശോക് ചവാനുമായി ബന്ധം പുലർത്തുന്നതായി BJPയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLA രവി റാണ പറയുന്നു. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയെയും മകളെയും BJP സമീപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഇല്ലാതാകുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും BJPയിലേക്ക് പോകുന്നു. അണികൾ എവിടെ നിൽക്കുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുമ്പോൾ അണികൾ അവരോടൊപ്പം BJPയിലേക്ക് പോകുമെന്ന കാര്യം സംശയമേ വേണ്ട. അതല്ലെങ്കിൽ ഒരു പുതിയ നേതാവ് അവിടെ ഉയർന്നു വരികയും അങ്ങനെ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വലിയ ശബ്ദമായി അദ്ദേഹം മാറുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന അണികളെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. NCPയുടെ അവസ്ഥ നമുക്കറിയാം. NCPയെ പൂർണ്ണമായും BJP വിഴുങ്ങിക്കഴിഞ്ഞു. NCPയുടെ ശരത് പവാറിന്റെ ചിഹ്നവും പാർട്ടിയും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി, പുതിയ ചിഹ്നമുണ്ടാക്കി പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള അണികളെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശ്രമം പോലും നടത്താൻ കഴിയുന്ന നേതാവ് മഹാരാഷ്ട്രയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അതേപോലെ തന്നെ BJP ആകുന്നു. തടഞ്ഞു നിർത്താൻ രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്ന് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉയർന്നു വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ശരത് പവാർ അവിടെ ഉണ്ടായിട്ട് പോലും NCPയെ തന്നോടൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ശരത് പവാറാണ് NCP രൂപീകരിക്കുന്നത്. NCPയുടെ ഏറ്റവും ഉന്നതരായ നേതാവ്. അദ്ദേഹം വിചാരിച്ചിട്ടും NCPയുടെ നേതാക്കളെ, MLA-മാരെ, പ്രവർത്തകരെ, അണികളെ തന്നോടൊപ്പം നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ കേരളത്തിൽ നിന്ന് പോയിട്ട് മുംബൈയിൽ പോയി, മഹാരാഷ്ട്രയിൽ പോയി രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോഴവിടെ ഉള്ളത് എന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് മധ്യപ്രദേശിൽ നാം കണ്ടത്. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ മധ്യപ്രദേശിലെ കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അത് കമൽനാഥ് ആണ് എന്നാണ്.
ആ കമൽനാഥ് നേരത്തെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായതാണ്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വെള്ളി ഇഷ്ടിക കൊടുത്തുവിടുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പൂജ നടക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് ഭവനങ്ങളിലും പൂജ നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നു, രാമപൂജയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ എന്താണോ BJP ചെയ്യുന്നത് അതിനേക്കാളും വലിയ ഹിന്ദുത്വം കൊണ്ടുവന്ന്, അതിനേക്കാളും തീവ്ര ഹിന്ദുത്വം കൊണ്ടുവന്ന് BJP-യെ മറികടക്കാം എന്നൊക്കെയുള്ള തന്ത്രം രൂപപ്പെടുത്തി അവസാനം കുഴിയിൽ വീണ നേതാവാണ് കമൽനാഥ്. അദ്ദേഹം അവസാനം ചെന്നെത്തുന്നതും BJP-യിലേക്കാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകരുത്, നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്തൊരു ഗതികേടാണ് ആലോചിച്ച് നോക്കണം. എന്താണ് ഈ അവസ്ഥയുടെ അടിസ്ഥാന കാരണം? നിലപാടില്ലായ്മയാണ്. ഒരു കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടിൽ അണികളെയും നേതാക്കളെയും ഉറപ്പിച്ചു നിർത്തുകയും അതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ BJP എന്താണ് ചെയ്യുന്നത്? അത് മെല്ലെ ചെറിയ തോതിൽ നിങ്ങൾ ചെയ്തോളൂ. BJP എന്താണ് ചെയ്യുന്നത്? അതിനേക്കാളും വലുത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് BJP-യും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക്, അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ അണികളെയും നേതാക്കളെയും കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. സ്വാഭാവികമായും അവർ ചിന്തിക്കും, എന്തിനാണ് ഇപ്പുറം നിൽക്കുന്നത്? ഞാൻ BJP-യുടെ നയം തന്നെയാണ് പിന്തുടരുന്നത്, പിന്നെ BJP-യിൽ ചേർന്നുകൂടെ എന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ കഴിയുമോ അവരെ? അതാണ് കോൺഗ്രസ്. നിലപാടില്ല, നയമില്ലാത്ത അവസ്ഥയിൽ BJP എന്താണോ ചെയ്യുന്നത് അത് കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും അവർ ചിന്തിക്കില്ലേ, ഇനി എന്തിനാണ് കൂടുതൽ അളവിൽ ചെയ്യുന്ന, അവരോടൊപ്പം പോയാൽ പോരെ എന്ന അവസ്ഥ. അതാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതായത്. അതിപ്പോൾ മെല്ലെ മെല്ലെ മഹാരാഷ്ട്രയിലേക്കും എത്തിയിരിക്കുന്നു. ഇനി എപ്പോഴാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. മധ്യപ്രദേശിൽ അത് സമ്പൂർണ്ണമായിരിക്കുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസ് കമൽനാഥ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് അങ്ങനെ തന്നെ. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ടല്ലോ, ഒരു സംസ്ഥാനത്ത് ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാർ അതേപോലെ BJP ആവുന്ന അവസ്ഥ. അവിടെ BJP-ക്ക് MLA ഉണ്ടായിരുന്നില്ല. അതേപോലെ മുഴുവൻ അംഗങ്ങളും BJP-യിലേക്ക് മാറുകയും ചെയ്ത സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിലപാടില്ലായ്മയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല, അധികാരം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ലാവണങ്ങൾ തേടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഈ ചാട്ടം. ആ ചാട്ടം തടയാൻ കോൺഗ്രസ് നേതൃത്വം നന്നായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് UP-യിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്ര വെട്ടിച്ചുരുക്കി എത്രയും പെട്ടെന്ന് യാത്ര അവസാനിപ്പിച്ച് ദില്ലിയിലെത്താൻ അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ സമ്പൂർണമായി വിഴുങ്ങുന്ന BJP-യെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിഴുങ്ങലിന് ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ.